ബിഗ് സ്ക്രീനുകൾക്ക് മുന്നിലും തെരുവുകളിലും മാത്രമല്ല ലോകകപ്പ് ആവേശമുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ നഗരത്തിലെ ബോക്സ് സ്ട്രീറ്റ് എന്ന ഹോട്ടലിൻ്റെ അടുക്കളയിലാണ്. ലോകകപ്പ് ആവേശം ഈ അടുക്കള വരെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ജ്യൂസ് അടിക്കുന്നതും മറ്റു വിഭവങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ മെസ്സിമാരും ലാമിൻ യമാലുമാരും ഒക്കെയാണ്. അത്തരത്തിൽ വലിയ ആവേശത്തിലാണ് ഫൈനലിനെ എല്ലാവരും സ്വീകരിക്കുന്നത്. ഇവർക്കൊക്കെ ഈ ജോലി തിരക്ക് കാരണം പുറത്തുപോയി ആഘോഷിക്കാനുള്ള ഒരു അവസരമില്ല. അതിനെ തന്നെ പറയുന്നത് ഈ ഹോട്ടൽ മുറിക്കകത്ത്, ഈ അടുക്കളയ്ക്കകത്തൊക്കെ വലിയ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ വലിയ തിരക്കിലാണ് എല്ലാവരും ഉള്ളത്. ഈ ഷെഫുമാരെയൊക്കെ കാണാം. ഷെഫ്, എന്താണ് ലോകകപ്പ് അടുക്കളയ്ക്കകത്ത് ആഘോഷമാക്കിയത്? തീർച്ചയായിട്ടും ലോകകപ്പ് അർജന്റീനയ്ക്ക് തന്നെയാണ്, അത് ഉറപ്പല്ലേ. അപ്പൊ മെസ്സിയുടെ സ്കില്ലൊക്കെ ഉണ്ടാവോ കുക്കിങ്ങിൽ? തീർച്ചയായിട്ടും അത്ര ക്ലെവറിലും ഹൈജീനിക്കിലാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ജയിച്ചിരിക്കുന്ന ഉറപ്പാണ്. എന്തൊക്കെയാണ് പുതിയ സ്കില്ല്? ഡ്രിബ്ലിംഗ് ഒക്കെ ഉണ്ടോ ഉണ്ടാക്കണേ? നോക്കുന്ന ഡ്രിബ്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇനി നമുക്ക് നോക്കാം എന്താവാന്ന്. സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ അർജന്റീന. ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ആളുകളും അത് എത്തിച്ചു കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എങ്ങനെയൊക്കെയാണ്? പാസിംഗ് ആണോ? മൊത്തം പാസ് ചെയ്ത് കളിക്കണോ? പാസ് ചെയ്തും കളിക്കുന്നുണ്ട്, ഡ്രിബിൾ ചെയ്തും കളിക്കുന്നുണ്ട്, ഗോളും അടിക്കുന്നുണ്ട്. ഞങ്ങൾ എത്ര ഗോൾ അടിച്ചു? 2 ഗോൾ 3 ഗോൾ അടിക്കും തരുന്നത്. ആര്? അർജന്റീനയാണോ? തീർച്ചയായും ഉറപ്പാണ്. ലാമിൻ യമാലിന്റെ ടീമുകാരുണ്ട് ഇവിടെ, സ്പെയിനുകാരുണ്ട്. എന്താണ് ഉറപ്പാണ് അവരടിക്കത്തൊന്നുമില്ല. അവരടിക്കില്ല? ഇല്ല നമ്മൾ തന്നെ അടിക്കും. നമ്മള് കിച്ചണിൽ തന്നെ ഒരുപാട് പാസ് കഴിഞ്ഞു. പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് പാസ് കഴിഞ്ഞു. ഗോൾ അടിച്ചോ? പിന്നെ ഗോൾ അടിച്ചോണ്ടേ ഇരിക്കുന്നു. അവിടെ വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ബീഫ് ഉണ്ടാക്കുന്ന മെസ്സിയാണ്. ബീഫല്ലേ ഇന്നില്ലേ അർജന്റീന 5 കിലോ ബീഫ് സ്റ്റാഫിനാണ്. ഇത് അതിനുള്ള ബീഫാണ്. അതിനുള്ളതാണ്. മെസ്സി ഉണ്ടാക്കുന്ന ബീഫ് അർജന്റീന ജയിച്ചാൽ സ്റ്റാഫിന് എല്ലാവർക്കും ഇവിടെ വിതരണം ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷെ അപ്പൊ നമുക്ക് എന്താ കിട്ടുക? എമാള് ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഫുള്ള് സ്റ്റാഫിന് ഇവിടെ തന്തൂരി ചിക്കൻ കൊടുക്കും. റെഡിയാക്കി വെക്കുകയാണ്. ഒരു കുഴപ്പമില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മൊത്തം മെസ്സിമാരും ലാമിൻ യമാലുമാരുമാണ് മൊത്തത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും വിതരണം ചെയ്യുന്നതും ഒക്കെ ആളുകളിലേക്ക് എത്തിക്കുന്നതും ഒക്കെ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം ആവേശം ഇവിടെ മൊത്തത്തിലുണ്ട് എന്നത്. ഇവിടുത്തെ ഓപ്പറേഷൻ മാനേജർ ഉണ്ട്. എന്താണ് സ്റ്റാഫുകളെ ഇതിനകത്ത് ആഘോഷിക്കാൻ റെഡിയാക്കിയല്ല? സ്റ്റാഫുകൾക്ക് ഇപ്രസ് ലോകകപ്പ് നമ്മൾ ഉഷാറാക്കാണ്. നമ്മുടെ ലോകകപ്പ് അതിൽ സ്പെയിൻ്റെ ഫാൻസ് ഉണ്ട്, അർജന്റീനയുടെ ഫാൻസ് ഉണ്ട്. പക്ഷേ ഇവരോടൊരു കാര്യം നമുക്ക് പറയാനുള്ളൂ, നിശബ്ദരായിരിക്കുക. അവസാന വിസിൽ മുഴങ്ങുന്നവരെ അത്രയുള്ള നമ്മൾ തന്നെ എടുക്കും. അർജന്റീന തന്നെ എടുക്കും. വിസിൽ കഴിഞ്ഞാലും നിശബ്ദരായിരിക്കും? വിസിൽ കഴിഞ്ഞവർ നിശബ്ദരായിരിക്കില്ലല്ലോ. നമ്മളിന്ന് ആഘോഷമാണ്. നമ്മളിത് 3 മണി 4 മണി വരെ നമ്മൾ ആഘോഷമാണ്. നമ്മൾ വിത്ത് സ്റ്റാഫിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നാളെ പ്ലാൻ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്നു, ആര് ഫൈനൽ വരുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മളിന്ന് ആഘോഷമാക്കുകയാണ്. അർജന്റീന ജയിച്ച എന്താണ് ഓഫർ ഇവർക്കോ? ഇവർ ചോദിക്കുന്നു കൊടുക്കുന്ന ആളെ ഫുഡ്, അത്രയേ ഉള്ളൂ. അർജന്റീന ജയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമുള്ള ഫുഡ് നാളെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അർജന്റീന ജയിച്ചു കഴിഞ്ഞാൽ ഈ ഹോട്ടലിലെ ആളുകളൊക്കെ പലതരത്തിലുള്ള ഓഫറുകളാണ് വെക്കുന്നത്. ഇവിടെ മെസ്സി ബീഫ് ഉണ്ടാക്കുന്നുണ്ട്. അർജന്റീന ജയിച്ചാൽ ആ ബീഫ് മൊത്തത്തിൽ ഇവിടെ സ്റ്റാഫിന് വിതരണം ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇവർക്ക് പുറത്ത് ആഘോഷിക്കാനുള്ള ഒരു അവസരമില്ല, ജോലി തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആഘോഷിക്കാനുള്ള ഒരു അവസരം ഈ ഹോട്ടൽ മാനേജ്മെന്റിന് ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്താണ്, അർജന്റീനയാണോ ജയിക്കാം? അർജന്റീന ജയിക്കും. ഇവിടെ 4ാമത്തെ സ്റ്റാറും കയറും. ഒരു സ്റ്റാർ കൂടി കയറും. അതാണ്, വലിയ ആവേശത്തിലാണ്. എന്തായാലും ഈ ജോലി തിരക്കിനിടയിൽ ഈ ഹോട്ടലിലെ അടുക്കളയിലും ലോകകപ്പ് വലിയ ആവേശമാക്കി മാറ്റുകയാണ് എല്ലാവരും. വീഡിയോ ജേർണലിസ്റ്റ് ബിജു ആമക്കോടിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, തൃശ്ശൂർ.